ഗുഡ് മോർണിംഗ് ടു ഓൾ. നമ്മൾ ഇന്ന് പഠിക്കുന്നത് പാഠം 6 നേതാജി. നേതാജി പറഞ്ഞ ആരാ അറിയോ നിങ്ങൾക്ക്? നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആണ് അല്ലേ? ഒരുപാട് രാഷ്ട്ര നേതാക്കളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടോ നിങ്ങള്? ആരൊക്കെയാണ് അതിൽ പ്രധാനപ്പെട്ട ആരൊക്കെയാണ് ഉള്ളത്? പറഞ്ഞോ, അൺമ്യൂട്ട് ചെയ്ത് പറയാല്ലേ, അന്നല്ലേ കേൾക്കൂ. चाचाजी गांधी नेहरू, ओके, चाचाजी ओके, नेक्स्ट सुभाष चंद्र बोस, इंदिरा गांधी, ओके. അപ്പൊ നമ്മുടെ പഴയ രാഷ്ട്രീയ നേതാക്കളിൽ പ്രധാന ആരൊക്കെ? നമ്മുടെ രാഷ്ട്ര നേതാക്കൾ ആരൊക്കെയാണ്? ഗാന്ധിജി ഉണ്ട് അല്ലെ, നെഹ്റു ഉണ്ട്, പിന്നെ ആരാ? സുഭാഷ് ചന്ദ്രബോസ്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന നേതാജി എന്നറിയപ്പെടുന്ന ആരാ? സുഭാഷ് ചന്ദ്രബോസ്. പിന്നെ ലാലാ ലജ്പത് റായ്, ചന്ദ്രശേഖർ ആസാദ് അല്ലെ, അങ്ങനെ ഇഷ്ടം പോലെ ധീര ജവാന്മാർ ഉണ്ട് അല്ലെ. നമ്മുടെ രാഷ്ട്രത്തിന് നമുക്ക് വേണ്ടി ഒരുപാട് അഹോരാത്രം, സ്വാതന്ത്ര്യത്തിന് വേണ്ടി അഹോരാത്രം, അതായത് രാവും പകലുമില്ലാതെ കഷ്ടപ്പെട്ട ഒരുപാട് നേതാക്കളെ കുറിച്ച് നമുക്കറിയാം അല്ലെ. അതിൽ പ്രധാനിയാണ് ഗാന്ധിജി, ജവഹർലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ്, ലാലാ ലജ്പത് റായ്, ചന്ദ്രശേഖർ ആസാദ്, ബാലഗംഗാധർ തിലക് അല്ലെ. അങ്ങനെ ഒരുപാട് നേതാക്കളുണ്ട്. അപ്പൊ അതില് നമുക്ക് ഇന്ന് പഠിക്കേണ്ടത് ആരെ കുറിച്ചാ? നേതാജി അല്ലെ. നേതാജിന് സുഭാഷ് ചന്ദ്രബോസിന് ഗാന്ധിജിയാണ് നേതാജി എന്ന് സംബോധന ചെയ്തത് അല്ലെ. അങ്ങനെയാണേ. അപ്പോ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിലും ഗാന്ധിജിയെ പറ്റിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ അറിയായിരിക്കും ഗാന്ധിജിയെ പറ്റി അല്ലെ. പഠിച്ചില്ലെങ്കിൽ ചിലപ്പോ ചില ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ ഗാന്ധിജിയെ കുറിച്ച് അറിയാ, ചാച്ചാ നെഹ്റുവിനെ കുറിച്ച് അറിയാ അല്ലെ. അപ്പൊ അതില് ഇതുപോലെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി ജീവൻ വരെ ത്യജിക്കേണ്ടി വന്ന രാഷ്ട്ര നേതാക്കള് ഒരുപാടുണ്ട്. അതില് പ്രധാനിയാണ് ആര്? സുഭാഷ് ചന്ദ്രബോസ് അല്ലെ. അപ്പോ നേതാജിയുടെ പ്രസംഗത്തില്, അതായത് സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മദിനത്തില് നടത്തുന്ന ഒരു പ്രസംഗ രൂപത്തിലാണ് നമ്മൾ ഇന്ന് പഠിക്കുന്ന ഒരു പാഠം ഉള്ളത് അല്ലെ. ഓക്കെ. അദ്ദേഹം വിദ്യാഭ്യാസം പൂർത്തിയാക്കി 1920 ICS പരീക്ഷ പാസ്സായി. ICS എന്നതിന്റെ പൂർണ്ണ രൂപം എന്താണെന്ന് അറിയോ? സിവിൽ സർവീസ് അല്ലെ. ഇന്ത്യൻ സിവിൽ സർവീസ് എന്നാണ്. അദ്ദേഹം അതില് പ്രശസ്തമായ നിലയില് പാസ്സായി അല്ലെ. എന്ത് വില കൊടുത്തും സ്വാതന്ത്ര്യം നേടിയെടുക്കണം എന്നതായിരുന്നു ആരുടെ ലക്ഷ്യം? സുഭാഷ് ചന്ദ്രബോസിന്റെ ലക്ഷ്യം അല്ലെ. 1938 കേവലം 41ാമത്തെ വയസ്സിൽ അദ്ദേഹം കോൺഗ്രസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഈ സന്ദർഭത്തിലാണ്, ആ കോൺഗ്രസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട സന്ദർഭത്തില് ഗാന്ധിജിയാണ് ആര്? നമ്മുടെ മഹാത്മാഗാന്ധി. ഗാന്ധിജിയാണ് നേതാജി എന്ന് അദ്ദേഹത്തെ ക്ലിയർ ഉണ്ടോ മക്കളെ? ഓക്കെ. അപ്പൊ എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്ത് വെച്ചോ. ആ സന്ദർഭത്തിൽ, അതായത് 41ാമത്തെ വയസ്സില് അദ്ദേഹം കോൺഗ്രസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. ആ സമയത്താണ് ഗാന്ധിജി നേതാജി എന്ന് അദ്ദേഹത്തെ സംബോധന ചെയ്തു അല്ലെ. അന്ന് മുതൽ അദ്ദേഹം എന്തായി? നേതാജി സുഭാഷ് ചന്ദ്രബോസ് അല്ലെ. എന്താണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു വാക്ക്? എന്താ? നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന നേതാജിയുടെ വാക്കുകൾ ആരിലും ദേശീയ ബോധം ഉണർത്താൻ പര്യാപ്തമായിരുന്നു. അപ്പൊ നേതാജിയുടെ ഒരു വാക്കെന്ത്? നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം ട്ടോ. അങ്ങനെയുള്ള നേതാജിയെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. അദ്ദേഹത്തിന്റെ ജന്മദിനത്തില് ഒരു പ്രസംഗ രൂപത്തില് ആണ് ഈ പാഠഭാഗം തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോ നമുക്കൊന്ന് വായിക്കാതെ, all of you listen here. Okay, പേജ് നമ്പർ 27. അപ്പോ പ്രിയപ്പെട്ട കൂട്ടുകാരെ, മഹാനായ ഒരു ഭാരതീയന്റെ ജന്മദിനമാണ് ഇന്ന്. അത് ആരാണെന്ന് അറിയണ്ടേ?
നേതാജി സുഭാഷ് ചന്ദ്രബോസ്. അദ്ദേഹത്തെ കുറിച്ച് പ്രസംഗിക്കാൻ അവസരം ലഭിച്ചതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ആരായിരുന്നു നേതാജി? നമ്മുടെ നാടിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ ദേശ സ്നേഹി. 1887 ജനുവരി 23 ഒറീസയിലാണ് അദ്ദേഹം ജനിച്ചത്. 1887 ജനുവരി 23 ഒറീസയിലാണ് അദ്ദേഹം ജനിച്ചത്. ജാനകി നാഥ ബോസ്, പ്രഭാവതി എന്നിവരായിരുന്നു അച്ഛനമ്മമാർ. ഇന്ത്യയിലും ഇംഗ്ലണ്ടിലുമായി അദ്ദേഹം വിദ്യാഭ്യാസം പൂർത്തിയാക്കി. തുടർന്ന് 1920 ICS പാസ്സായി. ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ കീഴിൽ. പക്ഷേ അവരുടെ അടിമയായി ജോലി ചെയ്യാൻ താല്പര്യമില്ലെന്ന് അദ്ദേഹം ധീരതയോടെ അറിയിച്ചു. കൂട്ടുകാരെ, ബ്രിട്ടീഷുകാരുടെ അടിമത്തത്തിൽ ഇന്ത്യയെ മോചിപ്പിക്കുക എന്നതായിരുന്നു നേതാജിയുടെ ലക്ഷ്യം. അതിനുവേണ്ടി അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിന് ഇറങ്ങി. ഗാന്ധിജിയാണ് അദ്ദേഹത്തെ നേതാജി എന്ന് വിശേഷിപ്പിച്ചത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇന്ത്യക്കാരുടെ അഭിമാന ബോധത്തെ തട്ടി ഉണർത്തി. ബ്രിട്ടീഷുകാർ രാജ്യദ്രോഹ കുറ്റം ചുമത്തി അദ്ദേഹത്തെ ജയിലിൽ അടച്ചു. ജയിലിൽ നിന്ന് പുറത്തു വന്നപ്പോൾ വീട്ടുതടങ്കലിലാക്കി. അവിടെ നിന്ന് രക്ഷപ്പെട്ട അദ്ദേഹം നേരെ ജർമ്മനിയിലേക്കാണ് പോയത്. അവിടെ വർഷങ്ങളായി ബ്രിട്ടീഷുകാരുടെ തടവിൽ കഴിഞ്ഞിരുന്ന ആയിരക്കണക്കിന് ആളുകൾ ഉണ്ടായിരുന്നു. അവരെ സംഘടിപ്പിച്ച് ആസാദ് ഹിന്ദുസ്ഥാൻ എന്ന പേരിൽ ഒരു സംഘടന രൂപീകരിച്ചു. ഇതാണ് പിന്നീട് ഇന്ത്യൻ നാഷണൽ ആർമിയായി മാറിയത്. സുഹൃത്തുക്കളെ, അസംബ്ലി കഴിയുമ്പോൾ നാം പതിവായി ഒരു മുദ്രാവാക്യം മുഴക്കാറില്ലേ? ജയ് ഹിന്ദ്. കേട്ടിട്ടുണ്ടോ നിങ്ങൾ ജയ് ഹിന്ദ്? ഈ മുദ്രാവാക്യം നേതാജിയാണ് നമുക്ക് നൽകിയത്. ഒടുവിൽ ബ്രിട്ടീഷുകാർക്കെതിരെ റഷ്യയുടെ സഹായം തേടുവാൻ അദ്ദേഹം തീരുമാനിച്ചു. അതിനുവേണ്ടി ആ നാട്ടിലേക്ക് പുറപ്പെട്ടു. ആ യാത്രക്കിടയിൽ 1945 ഓഗസ്റ്റ് 18 വിമാനം തകർന്ന് അദ്ദേഹം മരണമടഞ്ഞു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ നേതാജിക്ക് പകരം വെക്കാവുന്ന മറ്റൊരാളില്ല. അദ്ദേഹത്തിന്റെ തന്നെ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കട്ടെ. എന്ത്? ജയ് ഹിന്ദ്. അദ്ദേഹത്തിന്റെ മുദ്രാവാക്യമാണ് ഏത്? ജയ് ഹിന്ദ്. അപ്പൊ ഇത് നേതാജിയുടെ ജന്മദിനത്തില് നടത്തുന്ന ഒരു പ്രസംഗമായിട്ടാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്, അല്ലെ നമ്മുടെ പാഠം. ഓക്കെ, അപ്പോ ഒന്നുകൂടി വായിക്കാം. നേതാജി. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഭാരതീയന്റെ ജന്മദിനമാണ് ഇന്ന്, അല്ലെ? ആ ജന്മദിനത്തിലാണ് ഇത് ഒരു പ്രസംഗ രൂപേണ അവതരിപ്പിക്കുകയാണ് ഈ പാഠം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, പ്രസംഗിക്കുന്ന ആള് പറയാണ്, അല്ലെ? പ്രിയപ്പെട്ട കൂട്ടുകാരെ, മഹാനായ ഒരു ഭാരതീയന്റെ ജന്മദിനമാണ് ഇന്ന്. അത് ആരാണെന്ന് അറിയണ്ടേ? നേതാജി സുഭാഷ് ചന്ദ്രബോസ്, അല്ലെ? എന്താ നിങ്ങൾക്ക് ഈ പാഠം വായിച്ചിരുന്ന് മനസ്സിലായത്? ആരാണ് നേതാജി എന്ന് സുഭാഷ് ചന്ദ്രബോസിനെ സംബോധന ചെയ്തത്? ആരാണ്? ഓക്കെ, ഗാന്ധിജി. ഓക്കെ, ഗാന്ധിജിയാണ് അല്ലെ നേതാജി സംബോധന ചെയ്തത്. മക്കളെ, അപ്പൊ ഒന്നുകൂടി വായിക്കാം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, മഹാനായ ഒരു ഭാരതീയന്റെ ജന്മദിനമാണ് ഇന്ന്. ആരാണെന്ന് അറിയണ്ടേ? അതാരാ? നേതാജി സുഭാഷ് ചന്ദ്രബോസ്, അല്ലെ? അദ്ദേഹത്തെ കുറിച്ച് വലിയ സന്തോഷമുണ്ട്. ആരായിരുന്നു നേതാജി? ഇനി അത് പറയണേ. നമ്മുടെ നാടിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടിയ ദേശസ്നേഹി. ആരായിരുന്നു? നമ്മുടെ നാടിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടിയ ദേശസ്നേഹിയായിരുന്നു ആര്? സുഭാഷ് ചന്ദ്രബോസ്, അല്ലെ? നേതാജി. അദ്ദേഹം ജനിച്ചത് പറയണേ 1887 ജനുവരി 23 ഒറീസയിലാണ് അദ്ദേഹം ജനിച്ചത്. എവിടെയാ അദ്ദേഹം ജനിച്ചത്? 1823 ഒറീസയിൽ, അല്ലെ? ഒറീസയിൽ ജനിച്ചത് എപ്പോഴ്? 1887 ജനുവരി 23. എല്ലാവർക്കും ഉറപ്പ് വരുന്നുണ്ടോ മക്കളെ? ഇല്ലല്ലോ. രാവിലെയാണല്ലേ ഇന്ന് ക്ലാസ്? മക്കൾക്ക്, ചെറിയ മക്കളല്ലേ? ഓക്കെ, ഉറക്കം തെളിഞ്ഞില്ലേ എല്ലാവർക്കും? ശ്രദ്ധിക്കണേ. അപ്പോ ആരായിരുന്നു നേതാജി?
നമ്മുടെ നാടിന്റെ സ്വാതന്ത്ര്യ പോരാടിയ ദേശസ്നേഹി. നമ്മുടെ നാടിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ ദേശസ്നേഹിയാണ് ആര്? നേതാജി അല്ലേ? നേതാജി സുഭാഷ് ചന്ദ്രബോസ് അല്ലേ? നേതാജി സംബോധന ചെയ്തത് ആരാ? ഗാന്ധിജിയാണ്. എപ്പോ? ഗാന്ധിജി. ഗാന്ധിജിയാണ് ആരെ നേതാജി എന്ന് വിശേഷിപ്പിച്ചത്? സുഭാഷ് ചന്ദ്രബോസിനെ നേതാജി എന്ന് വിശേഷിപ്പിച്ച ഗാന്ധിജിയാണ് അല്ലെ? അപ്പോ ആരായിരുന്നു നേതാജി? നമ്മുടെ നാടിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ ദേശസ്നേഹിയാണ് സുഭാഷ് ചന്ദ്രബോസ്. 1887 ജനുവരി 23-ന് ജനുവരി 23-ന് ഒറീസയിലാണ് അദ്ദേഹം ജനിച്ചത് അല്ലെ? എവിടെയാ ജനിച്ചത്? ഒറീസയില്. എപ്പോ? 1887 ജനുവരി 23-ന് അല്ലെ? ജാനകിനാഥ ബോസ്, പ്രഭാവതി എന്നിവരായിരുന്നു അച്ഛനമ്മമാർ. അച്ഛനമ്മമാർ ആരൊക്കെയായിരുന്നു? ആരൊക്കെയായിരുന്നു ജൂലിയറ്റ്? ജാനകിനാഥ ബോസ്, പ്രഭാവതി അല്ലെ? ഇവരായിരുന്നു അച്ഛനമ്മമാർ. ഇന്ത്യയിലും ഇംഗ്ലണ്ടിലുമായി അദ്ദേഹം വിദ്യാഭ്യാസം പൂർത്തിയാക്കി. തുടർന്ന് 1920-ൽ ICS പരീക്ഷ പാസ്സായി. ICS പരീക്ഷ പറഞ്ഞേതാ? ഇന്ത്യൻ സിവിൽ സർവീസ് പരീക്ഷ അല്ലെ? അതാണ് ICS. അപ്പൊ ആ പരീക്ഷ പാസ്സായി. ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ കീഴിൽ ജോലി കിട്ടി. പക്ഷേ അവരുടെ അടിമയായി ജോലി ചെയ്യാൻ താല്പര്യമില്ലെന്ന് അദ്ദേഹം ധീരതയോടെ അറിയിച്ചു. എന്തായി? ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ കീഴില് അവരുടെ അടിമയായി ജോലി ചെയ്യാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? ആ ജോലി വേണ്ടെന്ന് വെച്ചു അല്ലേ? പിന്നെന്താ പറയുന്നത്? ബ്രിട്ടീഷുകാരുടെ അടിമത്തത്തിൽ നിന്നും ഇന്ത്യയെ മോചിപ്പിക്കുക എന്നതായിരുന്നു നേതാജിയുടെ ലക്ഷ്യം. എന്തായിരുന്നു സുഭാഷ് ചന്ദ്രബോസിന്റെ ലക്ഷ്യം? ബ്രിട്ടീഷുകാരുടെ അടിമത്തത്തിൽ നിന്ന് ഇന്ത്യയെ മോചിപ്പിക്കുന്നതായിരുന്നു എന്നതായിരുന്നു നേതാജിയുടെ ലക്ഷ്യം. അതിനുവേണ്ടി അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിൽ ഇറങ്ങി. ഗാന്ധിജിയാണ് അദ്ദേഹത്തെ നേതാജി എന്ന് വിശേഷിപ്പിച്ചത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇന്ത്യക്കാരുടെ അഭിമാന ബോധത്തെ തട്ടിയുണർത്തി. ബ്രിട്ടീഷുകാർ രാജ്യത്ത് ഹെഡ്ഫോൺ ഒന്ന് എടുത്തു വെക്കുമോ? ഹെഡ്ഫോൺ വേണോ? ക്ലിയർ ഇല്ല, ചെറുതായിട്ട്. ഒരു മിനിറ്റ് മോനെ വെക്കാം. അപ്പോ ബ്രിട്ടീഷുകാരുടെ അടിമത്തത്തിൽ നിന്നും ഇന്ത്യയെ മോചിപ്പിക്കുക എന്നതായിരുന്നു നേതാജിയുടെ ലക്ഷ്യം. അതിനുവേണ്ടി അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിൽ ഇറങ്ങി. ഗാന്ധിജിയാണ് അദ്ദേഹത്തെ നേതാജി എന്ന് വിശേഷിപ്പിച്ചത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇന്ത്യക്കാരുടെ അഭിമാന ബോധത്തെ തട്ടിയുണർത്തി. ബ്രിട്ടീഷുകാർ രാജ്യദ്രോഹ കുറ്റം ചുമത്തി അദ്ദേഹത്തെ ജയിലിലടച്ചു അല്ലേ? അതുവരെ ഒന്നുകൂടി മിസ് പറയാം. ഒരു മിനിറ്റ് മോനെ അത് കൊണ്ടുവരുന്നുണ്ട്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, മഹാനായ ഒരു ഭാരതീയന്റെ ജന്മദിനമാണ് ഇന്ന്. അത് ആരാണെന്ന് അറിയണ്ടേ? നമ്മൾ ആരെ കുറിച്ചാ പഠിക്കുന്നേ? സുഭാഷ് ചന്ദ്രബോസ് അല്ലെ? ഓക്കെ, സുഭാഷ് ചന്ദ്രബോസിനെ പറ്റിയാ പഠിക്കുന്നത്. അപ്പോ എന്തടാ സ്പീഡ് കൂടുതലാ? അത് വേണ്ട. ഓക്കെ, ഒന്നുകൂടി പറയാം. നേതാജി സുഭാഷ് ചന്ദ്രബോസ്. ഇത് എന്താ പറഞ്ഞത്? നേതാജിയുടെ ജന്മദിനത്തില് നടത്തുന്ന ഒരു പ്രസംഗ രൂപത്തിലാണ് പാഠഭാഗം തയ്യാറാക്കിയിരിക്കുന്നതെന്ന് മിസ് ആദ്യമേ പറഞ്ഞു
അല്ലെ? അതാണ് പ്രിയപ്പെട്ട കൂട്ടുകാരെ എന്ന് കാണുന്നില്ലേ സംബോധനയായിട്ട്. മഹാനായ ഒരു ഭാരതീയന്റെ ജന്മദിനമാണ് ഇന്ന്. ആരുടെ ജന്മദിനത്തെ കുറിച്ചാണ് പഠിക്കുന്നത്? നേതാജി. അതാരാണെന്ന് അറിയണ്ടേ? എല്ലാരും മ്യൂട്ട് ചെയ്യണേ. ചന്ദ്രബോസ്. ഓക്കെ, മിസ് മ്യൂട്ട് ചെയ്യും. ഓക്കെ, അപ്പോ അതാരാണ്? നേതാജി സുഭാഷ് ചന്ദ്രബോസ്. അദ്ദേഹത്തെ കുറിച്ച് പ്രസംഗിക്കാൻ അവസരം ലഭിച്ചതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ആരായിരുന്നു നേതാജി? അതാണ് അടുത്തതായിട്ട് പറയുന്നത്. എന്ത്? നമ്മുടെ നാടിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ ദേശസ്നേഹി, അല്ലെ? നമ്മുടെ നാടിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ ദേശസ്നേഹിയാണ് ആര്? സുഭാഷ് ചന്ദ്രബോസ്. നമ്മുടെ നാടിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ ദേശസ്നേഹിയാണ് അദ്ദേഹം, അല്ലെ? പിന്നീട് എന്നാ പറയുന്നത്? അദ്ദേഹം ജനിച്ചത്, അല്ലെ, എപ്പോഴാണെന്നും എവിടെയാണെന്നുമാണ് പറയുന്നത്. എവിടെയായിരുന്നു? ഒറീസയിലാണ് അദ്ദേഹം ജനിച്ചത്. എന്നായിരുന്നു ജനിച്ചത്? എന്നായിരുന്നു? അലൻ പി സാംസൺ, എന്നാണ് സുഭാഷ് ചന്ദ്രബോസ് ജനിച്ചത്? ടെക്സ്റ്റ് നോക്കടാ. ടെക്സ്റ്റ് എന്തിനാ മുമ്പിൽ വെച്ചേ? ടെക്സ്റ്റ് ഇല്ലേ? ഓക്കെ, പിന്നെ നിങ്ങൾ എവിടെയാ ശ്രദ്ധിക്കുന്നത്? മിസ് പല തവണയായി പറയുന്നത്. എപ്പോഴാ ജനിച്ചേ? 1887. 1887. കണ്ടോ? രണ്ടാമത്തെ പാരഗ്രാഫിലാണ്. ഓക്കെ, ശ്രദ്ധിക്കണേ മോനെ. അലൻ, ഇങ്ങോട്ട് ശ്രദ്ധിക്കണേ. 1887 ജനുവരി 23 ഒറീസയിലാണ് അദ്ദേഹം ജനിച്ചത്. കണ്ടോ നിങ്ങൾ ആ ലൈൻ? ഒന്ന് അണ്ടർലൈൻ ചെയ്തേ പെൻസിൽ കൊണ്ട്. ഒന്ന് അണ്ടർലൈൻ ചെയ്തേ. 1887 ജനുവരി 23 ഒറീസയിലാണ് അദ്ദേഹം ജനിച്ചത്. ആരൊക്കെയായിരുന്നു അച്ഛനമ്മമാർ? സെൽന. ജാനകീനാഥ ബോസ്. നെക്സ്റ്റ് അമ്മ പ്രഭാവതി. ഓക്കെ, ജാനകീനാഥ ബോസ്, അതും അണ്ടർലൈൻ ചെയ്തോ. ജാനകീനാഥ ബോസ്, പ്രഭാവതി എന്നിവരായിരുന്നു അച്ഛനമ്മമാർ. ഓക്കെ, അപ്പോ ആരായിരുന്നു നേതാജിന്ന് ചോദിച്ചതിന്റെ ഉത്തരങ്ങൾ പറഞ്ഞു. എന്തൊക്കെ? നമ്മുടെ നാടിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ ദേശസ്നേഹിയാണ് ആര്? നേതാജി സുഭാഷ് ചന്ദ്രബോസ്. ഓക്കെ, 1887 ജനുവരി 23 ഒറീസയിലാണ് അദ്ദേഹം ജനിച്ചത്. ജാനകീനാഥ ബോസ്, പ്രഭാവതി എന്നിവരായിരുന്നു അദ്ദേഹത്തിന്റെ അച്ഛനമ്മമാർ, അല്ലെ? അത്രയാണ് അതിൽ പറഞ്ഞത്. എന്തൊക്കെ പറഞ്ഞു? എപ്പോൾ, എവിടെ ജനിച്ചു? 1887 ജനുവരി 23 എവിടെ? ഒറീസയിൽ ജനിച്ചു, അല്ലെ? സുഭാഷ് ചന്ദ്രബോസിനെയാണ് നേതാജി എന്നറിയപ്പെടുന്നത്. ആരെയാണ് നേതാജി എന്നറിയപ്പെടുന്നത്? സുഭാഷ് ചന്ദ്രബോസിനെ, അല്ലെ? ഓക്കെ, ആരായിരുന്നു അത് വിശേഷിപ്പിച്ചത്? ആരായിരുന്നു ആദ്യത്തെ? അൺമ്യൂട്ട് ചെയ്തു പറ. ഗാന്ധിജി. ഓക്കെ, അപ്പൊ ഗാന്ധിജിനെ കുറിച്ച് അല്ല നേതാജിനെ കുറിച്ച് എന്തൊക്കെ നമ്മൾ പഠിച്ചു? നേതാജി എന്നറിയപ്പെടുന്നത് ആരെയാ? സുഭാഷ് ചന്ദ്രബോസിനെ. അദ്ദേഹം എന്ന് ജനിച്ചു? ആദ്യത്തെ 1887 ജനുവരി 23 കണ്ടോ? ഒറീസയിലാണ് ജനിച്ചത്, അല്ലെ? ഓക്കെ, ആരൊക്കെയായിരുന്നു അച്ഛനമ്മമാർ? ആരൊക്കെയായിരുന്നു? സിദ്ധാന്ത് കൃഷ്ണ. ആരൊക്കെയായിരുന്നു? ജാനകീനാഥ ബോസ്, പ്രഭാവതി, അല്ലെ? ഓക്കെ, ആരൊക്കെയായിരുന്നു? ജാനകീനാഥ ബോസ്, പ്രഭാവതി എന്നിവരായിരുന്നു അച്ഛനമ്മമാർ, അല്ലെ?
ഓക്കെ, അപ്പൊ നമ്മള് സുഭാഷ് ചന്ദ്രബോസിനെ പറ്റി എന്തൊക്കെ പഠിച്ചു? സുഭാഷ് ചന്ദ്രബോസിനെയാണ് നേതാജി എന്ന് വിശേഷിക്കപ്പെടുന്നത്. പിന്നെയോ അദ്ദേഹം നമ്മുടെ നാടിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ ദേശസ്നേഹിയാണെന്ന് പഠിച്ചു. 1887 ജനുവരി 23 ഒറീസയിലാണ് അദ്ദേഹം ജനിച്ചതെന്നും പഠിച്ചു. അദ്ദേഹത്തിന്റെ അച്ഛനമ്മമാർ ആരൊക്കെയായിരുന്നു എന്ന് പഠിച്ചു. ആവണി മഹേഷ്, ആരൊക്കെയായിരുന്നു അദ്ദേഹത്തിന് അച്ഛനമ്മമാർ? ജാനകി നാഥ ബോസ്, ഓക്കെ, പ്രഭാവതി എന്നിവരായിരുന്നു അദ്ദേഹത്തിന്റെ അച്ഛനമ്മമാർ എന്നും പഠിച്ചു അല്ലെ? ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു. അതുവരെ മതി നമുക്ക്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ് പഠിക്കാം അല്ലെ? അപ്പൊ എന്തൊക്കെയാ ഒന്നുകൂടി പറയാം. നമ്മള് നേതാജി സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ചാണ് പഠിക്കുന്നത് അല്ലെ? നേതാജി എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിച്ച ആരാ? ഗാന്ധിജിയാണ്. അപ്പോ അദ്ദേഹം 1887 ജനുവരി 23 ഒറീസയിലാണ് ജനിച്ചത് എന്ന് പഠിച്ചു. പിന്നെന്താണ്, ആരായിരുന്നു അദ്ദേഹം? നമ്മുടെ നാടിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ ദേശസ്നേഹിയായിരുന്നു എന്നും പഠിച്ചു അല്ലെ? ഓക്കെ, അപ്പൊ ഒന്നുകൂടി അത് വായിക്കുമ്പോ ശ്രദ്ധിക്കണേ എല്ലാവരും. പ്രിയപ്പെട്ട കൂട്ടുകാരെ, മഹാനായ ഒരു ഭാരതീയന്റെ ജന്മദിനമാണ് ഇന്ന്. അതാരാണെന്ന് അറിയേണ്ടേ? നേതാജി സുഭാഷ് ചന്ദ്രബോസ്. അദ്ദേഹത്തെ കുറിച്ച് പ്രസംഗിക്കാൻ അവസരം ലഭിച്ചതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ആരായിരുന്നു നേതാജി? നമ്മുടെ നാടിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ ദേശസ്നേഹി. 1887 ജനുവരി 23 ഒറീസയിലാണ് അദ്ദേഹം ജനിച്ചത്. ജാനകിനാഥ ബോസ്, പ്രഭാവതി എന്നിവരായിരുന്നു അച്ഛനമ്മമാർ. അത്ര വരെ ഒന്ന് ആരാ വായിക്കുന്നേ? കൈ പൊക്കാത്തവരുണ്ടോ? എന്തേ ബാക്കിയുള്ളവർക്ക് വായിക്കാൻ പറ്റില്ലേ? ഈ കൈ പൊക്കാത്തവരെന്തേ വായിക്കാൻ പറ്റാത്തവരാണോ? ഓക്കേ, ഏഞ്ചൽ ഒന്ന് വായിച്ചേ. ഏഞ്ചൽ ശ്രദ്ധിക്കണേ, അടുത്ത ആളെ കൊണ്ട് വായിപ്പിക്കും. നേതാജി, പ്രിയപ്പെട്ട കൂട്ടുകാരെ, മഹാനായ ഒരു ഭാരതീയന്റെ ജന്മദിനമാണിന്ന്. അത് ആരാണെന്ന് അറിയണ്ടേ? നേതാജി സുഭാഷ് ചന്ദ്രബോസ്. അദ്ദേഹത്തെ കുറിച്ച് പ്രസംഗിക്കാൻ അവസരം ലഭിച്ചതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ആരായിരുന്നു നേതാജി? നമ്മുടെ നാടിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടിയ ദേശസ്നേഹി. 1887 ജനുവരി 23 ഒറീസയിലാണ് അദ്ദേഹം ജനിച്ചത്. ജാനകിനാഥ ബോസ്, പ്രഭാവതി എന്നിവരായിരുന്നു അച്ഛനമ്മമാർ. മതി മോളെ, അത്ര വരെ നമ്മൾ ഇന്ന് പഠിച്ചുള്ളൂ. അത് മതി. അടുത്തത് എഡ്വിൻ തോമസ്. എഡ്വിൻ തോമസ്, പ്ലീസ് അൺമ്യൂട്ട്. എഡ്വിൻ തോമസ്, എഡ്വിൻ കേൾക്കുന്നുണ്ടോ? എഡ്വിൻ കേൾക്കുന്നുണ്ടോ? എഡ്വിൻ ഇല്ല, വീഡിയോ ഓഫ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് അലൻ ഒന്ന് വായിച്ച. അലൻ പി സാംസൺ. എന്നിവരായിരുന്നു അച്ഛനമ്മമാർ. അവിടുന്നല്ല, ആദ്യം മുതല്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, മഹാനായ ഒരു ഭാരതീയന്റെ ജന്മദിനമാണിന്ന്.
ആരാണെന്ന് അറിയേണ്ടേ? അറിയണ്ടേ? നേതാജി നേതാജി സുഭാഷ് ചന്ദ്രബോസ്. ബോസ്. അദ്ദേഹത്തെ കുറിച്ച് പ്രസംഗിക്കാൻ അവസരം ലഭിച്ചതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ആരായിരുന്നു നേതാജി? നമ്മുടെ നാടിന്റെ സ്വാതന്ത്ര്യം വേണ്ടി പോരാടിയ ദേശസ്നേഹി. 1887 ജനുവരി 23-ന് ഒറീസയിൽ